വളരെ നല്ലൊരു വാഹനം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി വാഹനമാണ് ഇത്. 2016 വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ്. അതായത് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതായത് ടോപ്പ് മോഡൽ. ഇപ്പം നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അതിൻ്റെ റിവ്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിൻ്റെ ബോണറ്റ്, അതേപോലെ ഹെഡ്ലൈറ്റ്, ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ ബോഡി ലൈൻസ്, അതേപോലെ ഗ്ലാസ് കാര്യങ്ങൾ, അതായത് സൈഡിലെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളും ഒറിജിനലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി, അതായത് ബോഡി ലൈൻസ് ആയിക്കോട്ടെ, നമ്മൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര നല്ലതായിട്ട് കീപ്പ് ചെയ്ത് ഒരു മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ് വരുന്നത്. എക്സ്ട്രാ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിടക്കുന്ന നിലവിൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ്. MRFിൻ്റെ ടയേഴ്സ് ആണ് 4 എണ്ണവും. അതായത് 4 സൈഡിലും MRFിൻ്റെ ന്യൂ ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് എല്ലാം വരുമ്പോൾ ക്വാളിറ്റി, അതായത് ഡെൻറ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഒരു വർക്കോ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 2.Z ഓട്ടോമാറ്റിക് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. ലൈറ്റ്, അതേപോലെ ഡിക്കി ഗ്ലാസ്, ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നിങ്ങൾക്ക് റീപെയിൻറ്റോ ടച്ചോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. ഒറിജിനൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അപ്പം ഈ സൈഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ടയേഴ്സ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, MRFിൻ്റെ ന്യൂ ടയേഴ്സാണ് കിടക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡോർസ്, അതായത് ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഈ ഡോറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. എന്ന് വെച്ചാൽ ഡോറ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്ന അതിൻ്റെ കൈപ്പിടി കാര്യങ്ങളൊക്കെ വെച്ചേക്കാം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്ക്. ഇനി വരുവാണെങ്കിൽ ഇന്ത്യയുടെ സീറ്റിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ്. ഇത് 7 സീറ്ററിലാണ് വണ്ടി വരുന്നത്. അത് ടോപ്പ്, അതായത് ടോപ്പ് റൂഫ് കാര്യങ്ങളൊക്കെ വളരെ കീപ്പായിട്ട് വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചേക്കുന്ന നല്ലൊരു വാഹനമാണ്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ വിൻഡോസ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണ്. അതായത് ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിലാണ് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്വാർട്ടർ ഗ്ലാസ്, ഈ സൈഡിലെ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് നിലവിലൊരു ക്രാക്ക് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പം ആരാണോ എടുക്കുന്നത്, അതായത് വണ്ടി മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ കസ്റ്റമറിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ഈ ഗ്ലാസ്, അതായത് പാർട്ടിയുടെ അടുത്തുനിന്ന് ചേഞ്ച് ആക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു 95% ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ക്രാക്ക് വരുന്നതുകൊണ്ടാണ് ഇവർ ഗ്ലാസ് മാറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഓണർ നിലവിൽ ഇത് മാറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലെ മിറർ, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. അതായത് ഇസഡ് ടോപ്പ് മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് മിററിൻ്റെ ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇതൊക്കെ ചെക്ക് ചെയ്താണ്. ഇതിൻ്റെ ബോണറ്റ്, എഞ്ചിൻ റൂം കാര്യങ്ങളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എഞ്ചിൻ റൂം കൂടെ കാണിച്ചു തരാം. പിന്നെ അതായത് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമറിൻ്റെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഉള്ളിൽ എവിടെയും വർക്കോ കാര്യങ്ങളോ, അതായത് ഫെൻഡർ ആയിക്കോട്ടെ, ഫ്രണ്ട് പട്ടി ആയിക്കോട്ടെ, ബോണറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. ജെനുവിനായിട്ട് ഒറിജിനലായിട്ട് കീപ്പ് ചെയ്തേക്കുന്നത്. അതായത് ഇതുവരെ നിലവിലും മൈനറായിട്ടോ മേജറായിട്ടോ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ വെൽ നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന ഒരു അടിപൊളി വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ്. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈ വാഹനം കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു വാഹനം, അതായത് ഇന്നലെ ഇട്ട വൈറ്റ് ഇന്നോവ ക്രിസ്റ്റ ഇപ്പോൾ ഓൾറെഡി സോൾഡ് ആയിട്ടുണ്ട്. അപ്പം അതേപോലത്തെ ഒരു നല്ലൊരു വണ്ടിയാണ്. അതായത് എനിക്ക് 100% കൺഫേം ആയിട്ട് 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഞാൻ അത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഫീലിങ്സ്, ഇത് ഒരു ഷോറൂമിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് ഓടിക്കുന്ന അതേ ഫീലിങ്സ് ആണ് വരുന്നത്. പിന്നെ ഇത് 2016 മാനുഫാക്ചർ വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,58,000 കിലോമീറ്ററാണ്. മീറ്ററിൽ സർവീസ് റെക്കോർഡ് 1,54,000 വിത്ത് സർവീസ് റെക്കോർഡ് കമ്പനിയിൽ നിന്നുണ്ട്. സെക്കൻഡ് ഓണറാണ് വണ്ടി നിലവിൽ. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,75,000 രൂപ മാത്രമേ ഉള്ളൂ. അതായത് നെഗോഷ്യബിൾ പ്രൈസും കൂടെയാണ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ നമ്മളെ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം.